പൂഞ്ഞാറിന്റെ പൾസ് എന്തെന്ന് അറിയാൻ നമ്മൾ ആദ്യം എത്തുന്നത് പൂഞ്ഞാറിന്റെ ഇപ്പോഴത്തെ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനൊപ്പമാണ്. അദ്ദേഹം തിടനാട് പഞ്ചായത്തിൽ കൂടി തന്റെ പര്യടനം തുടരുകയാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ? തികഞ്ഞ വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലായിടത്തും വലിയ സ്വീകരണമാണ് നൽകുന്നത്. മുൻപ് LDFന് കാര്യമായ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പോലും ജനങ്ങൾ ഉത്സാഹപൂർവ്വം വരവേൽക്കാൻ എത്തുന്ന ഒരു സമീപനമാണ് പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി ആത്മവിശ്വാസത്തോടെയും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ആഭരണ അല്ലെങ്കിൽ പോലും മറ്റൊരു സെബാസ്റ്റ്യൻ UDF സ്ഥാനാർത്ഥിയായി വരുന്നു. UDF ആണെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് UDFന്റെ എന്ത്? ഞാനൊരു മറ്റു സ്ഥാനാർത്ഥിയെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് എന്നുള്ള നിലയിൽ അല്ലെങ്കിലും പേരുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സജി ജോസഫ് എന്നാണ്. അങ്ങനെയാണ് അറിയാം, സജി തലപ്പലമൊന്നും സജി ജോസഫ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് സംശയമുണ്ടോ? എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു UDF ഇത്തവണ പൂഞ്ഞാറിലൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? എന്താണ്? ഒരു നിലയിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ UDFന് 3ാം സ്ഥാനമായിരുന്നു. ഇത്തവണയും അതേ നില തന്നെ തുടരുമെന്നുള്ളതാണ്. അതായത് PC ജോർജുമായിട്ടാണ് ഫൈറ്റ് വരുന്നത്. ഇപ്പോ കാണുന്ന ഒരു ടെമ്പോ അങ്ങനെയാണ്. എന്താണ് UDF അങ്ങനെ പിന്നിലോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് UDF പിന്നിലോട്ട് പോകുന്നത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്റെ വോട്ടർമാരെ നേരിൽ കാണുവാൻ വികസന പ്രവർത്തനങ്ങൾ വളരെയേറെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ UDFനെ പിന്തുണച്ചിരുന്ന പല ജനവിഭാഗങ്ങളും LDFിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത് പ്രത്യേക സാഹചര്യം. ഈരാറ്റുപേട്ട കഴിഞ്ഞ തവണ താങ്കളെ കാര്യമായി സഹായിച്ച ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് ഈരാറ്റുപേട്ടയുടെ ഇത്തവണത്തെ ഒരു സാഹചര്യം? ഈരാറ്റുപേട്ട ഉൾപ്പെടെ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് കിട്ടുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം കിട്ടിയിരുന്നു. ഇത്തവണയും അതേ സ്ഥിതി തന്നെയാണ്. ഭൂരിപക്ഷം കൂടുന്ന പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞതിലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ 42,000 വോട്ടുകൾ PC ജോർജ് പിടിച്ചിരുന്നു. ഇത്തവണ താമര ചിഹ്നത്തിലാണ് PC ജോർജ് എത്തുന്നത്. ജോർജിന്റെ ഒരു 2ാം സ്ഥാനത്ത് എത്തുമെന്ന് പറയുമ്പോഴും എന്തായിരിക്കും ഒരു വോട്ടിംഗ് നില? വോട്ടിംഗ് നിലയെ കുറിച്ച് പറയണമെങ്കിൽ പ്രചാരണം അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാന ആഴ്ചയാകുമ്പോഴേ പറയാനായിട്ട് കഴിയുള്ളൂ. എങ്കിലും കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് ജോർജിന് കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും അതാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ഒരു ആത്മവിശ്വാസം. അദ്ദേഹം ഇവിടെ പൂഞ്ഞാറിൽ 2ാം സ്ഥാനത്ത് PC ജോർജ് എത്തും എന്നൊരു പ്രവചനം, കഴിഞ്ഞ തവണത്തേന് സമാനമായി എത്തും എന്നുള്ള പ്രവചനം അദ്ദേഹം നടത്തുന്നു. മാത്രവുമല്ല UDF കഴിഞ്ഞ തവണത്തെ പോലെ പരിതാപകരമായ നിലയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.